നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി വിമാനത്താവളത്തിന് സമീപം റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. 19 കോടി രൂപയാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിക്ക് അംഗീകാരമായാൽ കരാർ ക്ഷണിച്ച് 1 വർഷത്തിനകം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിനെ തുടർന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗ് സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി. പദ്ധതിക്ക് ഉടൻ അംഗീകാരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊച്ചി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശികൾ അടക്കമുള്ളവർക്ക് ഏറെ പ്രയോജനകരമാകുന്ന പദ്ധതിയാണ് ഇത്. എയർപോർട്ടിന് സമീപമുള്ള റെയിൽവേയുടെ ഭൂമിയാവും സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തുക. റെയിൽവേ തയ്യാറാക്കിയ പുതിയ രൂപരേഖയിൽ സ്റ്റേഷന്റെ സ്ഥാനം സോളാർ പാടത്തിന്റെ ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട്. ട്രാക്കിന് സമീപം ഇരുവശത്തും റെയിൽവേയുടെ ഭൂമി ലഭ്യമാണ്. ഇതാവും പദ്ധതിക്കായി ഉപയോഗിക്കുക. അതാണ് ജംഗ്ഷൻ എയർപോർട്ട് റോഡിലെ മേൽപ്പാലം കഴിഞ്ഞാകും പ്ലാറ്റ്ഫോം തുടങ്ങുക. 24 കോച്ച് ട്രെയിനുകൾ നിർത്താനാകുന്ന 2 പ്ലാറ്റ്ഫോമുകളാകും ഇവിടെ നിർമ്മിക്കുക. റൺവേയുടെ അതിർത്തിയിലുള്ള ചൊവ്വര നെടുമന്നൂർ എയർപോർട്ട് റോഡിലേക്കാകും പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലൂടെ 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിമാനത്താവളത്തിലേക്ക് എത്തുകയും ചെയ്യാം. ഈ റൂട്ടിൽ ഇലക്ട്രിക് ബസ് ഏർപ്പെടുത്താമെന്നും കൊച്ചി വിമാനത്താവള കമ്പനി അധികൃതർ റെയിൽവേക്ക് അറിയിച്ചിട്ടുണ്ട്. ഇതും റെയിൽ മാർഗം എത്തുന്ന യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമാവും. മാത്രമല്ല, ടാക്സി മറ്റും വിളിച്ച് ദൂരെ നിന്നും എത്തുന്നവർക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരാനും പദ്ധതി സഹായകമാകും. കൊച്ചിൻ എയർപോർട്ട് എന്ന പേരാണ് സ്റ്റേഷന് ശുപാർശ ചെയ്തിരിക്കുന്നത്. പുതിയ സ്റ്റേഷനിൽ വന്ദേഭാരത് ട്രെയിനുകൾക്കും ഇന്റർസിറ്റി ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കും സ്റ്റോപ്പ് ഉണ്ടാകും. അഹമ്മദ് കേന്ദ്രമന്ത്രിയായിരുന്ന 2010 നെടുമ്പാശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷനും തറക്കല്ലിട്ടിരുന്നെങ്കിലും പദ്ധതി മുന്നോട്ട് പോയില്ല. ബെന്നി ബെഹനാൻ MP ഈയിടെയും ലോകസഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി വളരെ കുറഞ്ഞ ചെലവിൽ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നാണ് വിശ്വാസം. ഏറെക്കാലമായുള്ള കേരളത്തിന്റെ ആവശ്യം കൂടിയാണ് ഇത്.